Good morning to all. How are you all? Hi. I'm fine, thank you. Good morning. How are you, Miss? I am fine. How are you, Miss? Fine, thank you. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹോളിഡേയ്സ് ഒക്കെ അടിച്ചു പൊളിച്ചു വന്നല്ലേ? ഏഞ്ചൽ ആരും വീഡിയോ ഓഫ് ആക്കരുത്. Environment Day. ഇന്ന് നമുക്ക് ഞാൻ ഏത് സബ്ജക്ട് എടുക്കുന്നതെന്ന് അറിയാമോ? Environment Day. ഓക്കെ താങ്ക് യു. ആ എൻവയോൺമെന്റ് ഡേ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മുടെ നിഹാര രാജേഷ് നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം കേട്ടോ. നിഹാര രാജേഷിന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം. നിഹാര രാജേഷ് അല്ലേ ഇന്ന്? നിഹാര രാജേഷിന്റെ അനിയനാണ് തോന്നുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ട്. നല്ല എന്ത് ചെടി നടുവോ? ചെടിയാണ്, എന്താണാവും നടുന്ന? മാവിന്റെ നടന്നു. നിഹാര രാജേഷനും അനിയനും കൂടെ മാവിന്റെ നടന്നു പരിസ്ഥിതി ദിനത്തിന് അല്ലേ? നിങ്ങളൊക്കെ എന്ത് ചെയ്തു? എന്തെങ്കിലും ചെയ്തോ? എൻവയോൺമെന്റ് ഡേ ആണെന്നറിയാം അല്ലേ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു. കറക്റ്റ് ആയിട്ട് എൻവയോൺമെന്റ്, നമ്മുടെ പരിസ്ഥിതിയൊക്കെ സംരക്ഷിക്കുന്നത് നമ്മളുടെ ആവശ്യമല്ലേ? അപ്പൊ നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളും മരങ്ങളൊക്കെ നട്ട് നമുക്ക് നല്ല പ്യുവർ എയറും ഇതിനും ഓക്സിജനും ഇതിനെല്ലാം മരങ്ങളും പരിസ്ഥിതി കറക്റ്റ് ആയിരിക്കണം അല്ലേ? എന്തോ ഇനി മൗണ്ട് തൈ ഉണ്ടോ? എല്ലാവരും ഒന്ന് ഒരു ക്ലാപ്പ് കൊടുത്തേ നിഹാരയ്ക്ക്. ക്ലാപ്പ് കൊടുത്തേ. വെരി ഗുഡ്, നന്നായി മോളെ കേട്ടോ. അങ്ങനെയൊക്കെ വേണം എല്ലാ പരിപാടിയും നമ്മള് പ്രവർത്തിച്ച് കാണിക്കണം അല്ലേ? എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുകയുള്ളൂ. വെറുതെ ഒരു വിശ്വസ് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? വിശ്വസ് പറയാം, പക്ഷെ ആ കൂട്ടത്തിൽ നല്ല ഗുഡ് ഡീഡ്സ് കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ നിങ്ങളുടെ GK ടീച്ചറാണ് കേട്ടോ. ഈ വർഷം GK ആണ്, കഴിഞ്ഞ വർഷം ഇംഗ്ലീഷ് ആയിരുന്നു. ഈ വർഷം നമുക്ക് സബ്ജക്ട് മാറ്റി പിടിച്ച് GK എൻജോയ് ചെയ്യുക അല്ലേ? GK എന്ന് പറഞ്ഞാല് ലേണിംഗ് മോർ, അതായത് സബ്ജക്റ്റുകൾ അല്ലാതെ പിന്നെയും നമ്മൾ കൂടുതൽ ഒരു എക്സ്ട്രാ പഠിക്കുന്നതാണ് കേട്ടോ അല്ലേ? ലേണിംഗ് മോർ. എന്തൊക്കെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുവാന്ന്? ലാസ്റ്റ് ആണ് നമ്മുടെ GK. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ലേ? ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ? യെസ്, കിട്ടി മിസ്. എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടി അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തേ. ലാസ്റ്റ് പാർട്ടാണ് നമ്മുടെ GK. GK പുതിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് നമ്മുടെ ക്ലാസ്സിലെ പുതിയ കുട്ടികൾ വന്നിട്ടുണ്ടോ?
ഏതെങ്കിലും പുതിയ കുട്ടികളെ നമുക്ക് കഴിഞ്ഞ വർഷം അറിയത്തില്ലാത്ത, ഞാൻ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ can you raise your hands? Muhammad Sisi, very good. Welcome to our True Light family. താങ്ക്സ്. എവിടെയായിരുന്നു നേരത്തെ പഠിച്ചിരുന്നത്? ദുബായിലായിരുന്നു. ഇപ്പൊ ഇവിടെയാണ്, നാട്ടിലാണോ ദുബായിലാണോ ഉള്ളത്? നാട്ടില്. എന്നാ വന്നേ? കൊറോണയ്ക്കൊക്കെ മുമ്പ്? ഒരു 3 മാസമായി. എവിടെയാ വീട്? തിരുവാമ്പ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉമ്മ, ഉപ്പ, സിസ്റ്റർ, പിന്നെ ഞാൻ. നമ്മുടെ ക്ലാസ്സിൽ GK ക്ലാസ്സിലേക്ക് നമുക്ക് മുഹമ്മദ് ഷസിനെ വെൽക്കം ചെയ്യണ്ടേ? ക്ലാപ്പ് കൊടുത്ത എല്ലാവരും ഒന്ന് പോവാൻ വെൽക്കം ചെയ്തേ. വെരി ഗുഡ്. പിന്നെ ആരെങ്കിലും ഉണ്ടോ പുതിയ കുട്ടികള്? ബാക്കി എല്ലാവരും നവമി രാജേഷ്. നവമി എന്തോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, അമ്മമ്മ, അച്ചാച്ചൻ, ചേച്ചി, അനിയത്തി. എവിടെയാ വീട്? കാടിച്ചാൽ പട്ടുവം. പട്ടുവം. ലാസ്റ്റ് ഇയർ ഏത് സ്കൂളിലാ പഠിച്ചേ? കോട്ടയത്ത്. കോട്ടയത്താ? അതെന്താ കോട്ടയത്തേക്ക് പോയത് ഇവിടുന്ന്? അവിടെയായിരുന്നോ വീട്? അത് അമ്മയുടെ വീടാ. അമ്മയുടെ വീട് കോട്ടയത്തായിരുന്നോ? അവിടെ നിന്നായിരുന്നോ പഠിച്ചത്? ലാസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ് തന്നെ അല്ലായിരുന്നോ? അവിടെയും ഓൺലൈൻ ക്ലാസ് ആയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. നമുക്ക് ഇനി ആരാ ഉള്ളത് പുതിയ ആള്? ആരുമില്ലല്ലേ? അപ്പൊ നവമി രാജേഷിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ക്ലാപ്പ്. നവമി രാജേഷ് ആൻഡ് മുഹമ്മദ് ഷിസിൻ. എന്റെ പേര് മേരി, ഞാൻ നിങ്ങളുടെ GK ടീച്ചറാണ്. ഓക്കെ. പിന്നെ നമ്പറുകളൊക്കെ അറിയാലോ അല്ലേ? വാട്സപ്പ് നമ്പറും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടന്നാലോ? ഇതാ അജിസല വീഡിയോ ഓൺ ചെയ്തേ. അജിസൽ, any network problem? വരുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരെല്ലാം വീഡിയോ ഓൺ ആക്കിയിരിക്കണം കേട്ടോ. നമുക്കെന്താ, നമുക്ക് കണ്ട് സംസാരിക്കാനല്ലേ ഓൺലൈൻ ക്ലാസ്? കേട്ട് പഠിക്കാനല്ലല്ലോ. കണ്ടും കേട്ടും കൂടെ പഠിക്കാൻ വേണ്ടിയാണ് ഓൺലൈൻ ക്ലാസ്. കേട്ട് പഠിക്കാൻ മാത്രമാണെങ്കിൽ നമുക്ക് വല്ല വാട്സപ്പ് ഗ്രൂപ്പിൽ വിട്ടാ പോരെ? ആണോ? ഇതല്ലേ എലിസബത്ത്, ജൂലിയറ്റ് ജോസ്, ഷെറിൻ, എഡ്വിൻ തോമസ്, അലൻ മാത്യു, ജിനി, ടോഷിൻ, ഷമ്മാവി, ജോമൽ, എന്തിയെ അവരെ കാണുന്നില്ലല്ലോ? ഒരു വാൾ, വീടിന്റെ വാൾ മാത്രം. മിസ്സേ, അവരെ മാത്രം കാണുന്നില്ല മിസ്സേ. ആരെ? ജോമല്ലേ, ജുവല്ലേ? അതാ പറഞ്ഞേ, അവര് വാൾ മാത്രമേ കാണുന്നുള്ളൂ. അവരുടെ മുഖം കാണിക്കത്തില്ല. കാണിച്ച ആ സുന്ദരമായ മുഖം എന്താ അങ്ങനെ കാണിക്കാതെ? ഇപ്പോഴും അങ്ങനെ ഇൻഫിനിറ്റി കോംപ്ലക്സ് ഒന്നും പാടില്ല ഇപ്പൊ. ഓക്കെ, നിങ്ങൾ കുട്ടികളല്ലേ? ഒന്ന് മുഖം കാണിച്ച മക്കളെ. ജോമൽ ആൻഡ് ജുവൽ. അതാ അലൻ ഫ്രണ്ട് വരെയാ അവരൊരിക്കലും മുഖം കാണിക്കണം. രണ്ടുപേരും ഒന്ന് വന്നേ. വേമ്പ ജോമലെ,
ആദ്യം ജോമൽ ഒന്ന് ജുവൽ ജോമൽ. ചിലപ്പോ ഉണ്ടല്ലോ അലൻ ജോസഫ്, അലൻ പി സാംസൺ രണ്ടുപേരും കൂടെ ഒരു ഫോണിലല്ലേ നോക്കുന്നത്, അതുകൊണ്ടാണ്. ഇങ്ങോട്ടോ, നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? Yes. ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തേ. ഇതാണ് ആദ്യം ഇൻ ദ ജംഗിൾ കണ്ടോ, ഇൻ ദ ജംഗിൾ. What can we see in the jungle? What can we see in the jungle? Animals. Animals. Here it is some the animals pictures are there. Okay. Right. N for herbivores, C for carnivores, and O for omnivores. In the ടെക്സ്റ്റ് ബുക്ക് അല്ല, എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ല, ഞാൻ ഫോണ് ഫോട്ടോ എടുത്തിട്ടാണ്. ഇപ്പം ഹെർബിവോർസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെർബിവോർസ് ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ്. ഹെർബിവോർസ് ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ്. ഗോഡ്, Goat. cow, Cow. Cow. yes, Donkey. Buffalo. buffalo, donkey. Okay. Herbivores is grass eating animals. Carnivores. Can you say carnivores? Carnivores. Flesh eating animal. Carnivores flesh eating animal. അതായത് മാംസം മാത്രം ഭക്ഷിക്കുന്ന animals. മനസ്സിലായോ? Herbivores, carnivores, and omnivores. Omnivores എന്ന് പറഞ്ഞാൽ എന്താ? മാംസവും ഭക്ഷിക്കും, ഗ്രാസും കഴിക്കും അല്ലെ, പുല്ലും തിന്നും മാംസവും കഴിക്കും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പിക്ചർ ഹെർബിവോർസ്. ആ സ്പെല്ലിംഗ് എന്ന് പഠിച്ച വേഗം എല്ലാവരും. ഹെർബിവോർസ്. ഹെർബിവോർസ് സ്പെല്ലിംഗ് എന്ന് പറയാമോ? HERBIVORES. 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 Hasna Shireen. Okay. Herbivores. Let's textbook നോക്കിക്കേ. Look at your textbook. Study the spelling of herbivores. 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 Next, carnivores. CARVINORES. Carnivores. വേഗം ഒരു ബൈ ഹാർട്ട് പഠിച്ചത്. ഹെർബിവോർ സ്പെല്ലിംഗ്, കാർണിവോർ സ്പെല്ലിംഗ് വേഗം ഒന്ന് ബൈ ഹാർട്ട് ആക്കിക്കേ. വേഗം 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 ടെക്സ്റ്റ് ബുക്ക് വായിച്ച് വേഗം പഠിച്ചു. നമ്മൾ സ്പെല്ലിംഗ് പഠിച്ചു പോകണം നന്നായിട്ട്. ഹെർബിവോർസ്. ആരാധ്യ, പ്രജിത്ത്.
Okay. Can you say herbivore spelling? Aradhya Prajit. Aradhya Prajit. Can you unmute and say the spelling of herbivores? Tell me. Aradhya. ക്ലിയർ ഉണ്ടായിരുന്നു ഒന്നും പറഞ്ഞു തരുമോ? Huh? Herbivores. Herbivores. Carnivores and omnivores. Herbivores are grass-eating animal. Herbivores are grass-eating animal. Omnivores are Teacher, yes. Edwin Thomas. page number. Page number. Page number. Page number. Last textbook. 278. Huh? ഒന്ന് പറഞ്ഞ 278. 278. കിട്ടിയോ? 278 ആണോ? ഒന്ന് പറഞ്ഞ ആരെങ്കിലും പേജ് നമ്പർ? Yes, 278. 278. ഓക്കെ. കിട്ടിയോ? 278. കേൾക്കുന്നില്ലേ? എന്തുകൊണ്ട്? എല്ലാവർക്കും ആർക്കും കേൾക്കുന്നില്ല? കേൾക്കാം. അത് ഒരാൾക്കൊക്കെ കേൾക്കാത്തത് ചിലപ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും കേട്ടോ. Herbivores are grass-eating animals. Herbivores are flesh-eating animals, and omnivores are grass and flesh-eating animals. Example of grass-eating animals or herbivores: cow, goat, buffalo, donkey. These are again. These are okay, grass-eating animal. Then flesh-eating animals or carnivores are tiger, lion. Lion പുല്ല് തിന്നുമോ? അപ്പൊ ഇല്ല. ഇതൊക്കെ ആനിമൽസിനെ, വേറെ ആനിമൽസിനെ തിന്നുന്നതാണ്. നെക്സ്റ്റ് ഓംനിവോർസ്. ചിലപ്പം ഗ്രാസും കഴിക്കും, ചിലപ്പം ഫ്ലഷും കഴിക്കും അല്ലേ? അപ്പൊ ഇവിടെ ഹിയർ first picture is lion. Is lion herbivores or carnivores? Is lion herbivores or carnivores? Carnivores. 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 അപ്പൊ അവിടെ കോളം കണ്ടിട്ടില്ലേ? അവിടെ എന്താ എഴുതേണ്ടത്? സി എന്ന് എഴുതണം. കാർണിവേഴ്സ് ആണെങ്കിൽ സി എഴുതണം. സൽന, ഓക്കെ സൽന. സൽന, സൽന എലിസബത്ത്. എന്താ? ഒന്നുമില്ല, ആൻസർ പറയാൻ കഴിയുന്നത്. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ലയന്റെ പിക്ചറിൽ അവിടെ ആ കോളത്തിൽ എന്ത് എഴുതണം? കാർണിവേഴ്സ്. Here next picture is elephant. Is elephant herbivores or carnivores? Herbivores. Herbivores, grass eating animals. അപ്പൊ അവിടെ ആ കോളത്തിന്റെ അവിടെ എന്ത് എഴുതണം? ആ ചെറിയൊരു കോളം കണ്ടോ? അവിടെ എച്ച് എന്ന് എഴുതണം. എച്ച്. H for herbivores, C for carnivores. Next, അല്ല മോനെ, മോളെ എലിഫന്റ്. എലിഫന്റ് പിക്ചർ കണ്ടോ?
Elephant. Can you hear me, Lulu? Yes. Elephant. Elephant. H, herbivores. Next picture is bear. Bear, കരടി. Bear, കരടി. കരടി എന്താ? Herbivores ആണോ, carnivores ആണോ, omnivores ആണോ? Omnivores. Omnivores. Very good. Salna. Omnivores. There. Omnivores. അപ്പോൾ അവിടെ എന്താ എഴുതണ്ടേ? O എഴുതണം. Okay. O. മിസ് എഴുതി കഴിഞ്ഞു. Very good. Next picture. Next picture. Tiger. Herbivores or carnivores or omnivores? Carnivores. Then write the C. Next, zebra. Herbivores. Herbivores ആണ്. H എഴുതിക്കോളൂ. പക്ഷെ ഇവിടെ ഫാക്ട് വൈസ് കണ്ടോ? ഫാക്ട് വൈസ് അതിന്റെ അടിയിൽ കണ്ടോ? നമ്മൾ സാധാരണ സീബ്രയെ ഹെർബിവോർസ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ ചില ആനിമൽസ് വൈസ് ഫാക്ട് animals that eat leaves and stem of trees are called folivores. നമ്മളൊരു അടുത്ത വേർഡ് കൂടി പഠിച്ചു അല്ലേ? Herbivores, carnivores, omnivores and folivores. No, fact wise. Did you see in your textbook? Fact wise. Yes. Fact wise. Folivores. Example of folivores. ഒരു വേർഡ് ഉണ്ടല്ലോ അവിടെ. Lion. Folivores. Ready. Fact wise നോക്കിക്കേ. Angel Rose Benjamin. എന്ന് പറഞ്ഞു വായിച്ചേ. അതെ. Stem of trees are called folivores. പിന്നെ അടുത്ത വേർഡ് എന്താ? Pandas and Pandas and giraffes are folivores. Folivores. Four words നമ്മൾ പഠിച്ചു അല്ലേ? Folivores എന്ന് പറയുന്നത് എന്താണ്? Animals that eat leaves and stem of trees. Leaves and stem of trees. That is folivores. Now, herbivores. Herbivores are grass-eating animals. Carnivores are flesh-eating animals. Omnivores are grass and flesh both eating animals. And folivores. Folivores are Amy, page number 248. 70. 478. 278. Amy. ഇപ്പോഴല്ല വന്നത്. Amy, 278 GK. കണ്ടോ? Some animals pictures are given there. 278, page number 278. In the jungle.
In the jungle. In the jungle, there are some animals. Pictures are there. Here, herbivores, carnivores, and omnivores are there. The herbivores. Then lion is the carnivores. അവിടെ ചെറിയ കോളത്തില് C എഴുതണം. Elephant, herbivores, and bear, omnivores, tiger, carnivores, zebra, herbivores. പക്ഷെ zebra polivores-ലാണ്. കറക്റ്റ് സീബ്രയ്ക്ക് എന്താ പറയുന്ന പോളിവോഴ്സ് എന്ന് പറയും. Polywores. Now study the spellings: herbivores, carnivores, omnivores, and polywores. പഠിച്ച വേഗം വായിച്ച എല്ലാവരും. നിദ, ഫാത്തിമ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കേ. പഠിച്ച സ്പെല്ലിങ്സ്: herbivores, carnivores, omnivores, polywores. സ്പെല്ലിംഗ് പഠിക്കണം കേട്ടോ. വേഗം പഠിച്ച എല്ലാവരും. പഠിക്കണം. Shall I ask the spellings? Yeah, okay. Alan, Matthew, Dilly. Omnivores spelling. OMNIVORES. Okay. Muhammad Shasim. Carnivores. Yes, miss. Carnivore spelling. CARNIVORES. Yes. Next, Muhammad Shan. Muhammad Shahin mute ചെയ്യാം. മുഹമ്മദ് ഷാൻ കേൾക്കുന്നില്ലേ? പിന്നെ ആരാ? ഏഞ്ചൽ റോസ് ബെഞ്ചമിൻ. ഏഞ്ചൽ റോസ്. Yes. Omnivore spelling. OMNIVORES. Next, Toshin Tindus. Toshin Titus. Polywores. Example of polywores. Polywores എന്ന് പറഞ്ഞാൽ എന്താ? Animals that eat leaves and stem of trees. Polywores. FOLIVORES. Polywores. ആ 4 വേർഡുകളുടെ സ്പെല്ലിംഗ് നന്നായിട്ട് പഠിക്കണം. ആ 4 വേർഡുകൾ എന്തിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് പഠിക്കണം. Herbivores, herbivores, grass-eating animals. Carnivores, flesh-eating animals. Omnivores, grass and flesh, both eating animals. And polywores, only they eat leaves and stems of trees. Example of polywores animals are panther and zebra. Okay. എല്ലാവരും പഠിച്ചില്ലേ? Okay, Juliet. എന്താ ജൂലിയറ്റ്? എന്നാ കൈ കാണിച്ചല്ലോ. ആൻസർ പറഞ്ഞേ. Omnivore spelling. OMNIVORES.
Very good. Avani, Mahesh. Polyverse. Tell me spelling of polyverse. Mohammed Sherwin. SOLIVORES. Navami Rajesh. Navami Rajesh. Herbivore spelling. HERBIVORES. Very good. നമ്മൾ ഈ 4 വേർഡുകൾ പഠിച്ചു, അതിന് എക്സാമ്പിൾ പഠിച്ചു അല്ലേ? പിന്നെ നിങ്ങൾക്ക് GK നോട്ട്ബുക്ക് ഉണ്ടല്ലോ നിത? Yes. നിത മോളെ, എല്ലാവർക്കും നോട്ട്ബുക്ക് ഉണ്ട്. IT-യുടെ ബുക്കും GK-യുടെ ബുക്കും ഒന്നാണ് അല്ലേ? കമ്പ്യൂട്ടറിന്റെ ബുക്കും GK-യുടെ ബുക്കും ഒന്നല്ലേ? ഇപ്പൊ ഹോംവർക്ക് തരട്ടെ, ചെറിയ വേണം ഹോംവർക്ക്. നിങ്ങൾ ഹോംവർക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയാമോ? ഓക്കെ, ആ 4 വേർഡ്സ് ഇല്ലേ, കാർണിവേഴ്സ്, ആദ്യം ലെസന്റെ നെയിം എഴുതണം, ഇൻ ദ ജംഗിൾ എന്ന് എഴുതണം, പിന്നീട് മുഹമ്മദ് ഷെസിൻ മ്യൂട്ട് ചെയ്തേ. ഓക്കെ, ഹോംവർക്ക് എങ്ങനെ ചെയ്യണമെന്ന് പറയട്ടെ. നോട്ട്ബുക്കില് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ നോട്ട്സ് തന്നോ? ഇല്ലല്ലോ, തന്നിട്ടുണ്ട്? ഇപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു ബുക്കല്ലേ ഉള്ളൂ. ആദ്യം GK എഴുതിക്കോ, GK എഴുതിക്കോ. അവിടെ ആദ്യം ഫസ്റ്റ് ലെസന്റെ നെയിം എഴുതണം, പിന്നീട് omnivores, sorry, herbivores, carnivores and omnivores. അല്ലെങ്കിൽ ഞാൻ നോട്ട്സ് പിന്നീട് തരാം, നിങ്ങൾ കറക്റ്റ് എഴുതുകയല്ല, ഞാൻ പറയുന്നത് പോലെ അല്ലേ? എഴുതുമ്പോ പേന യൂസ് ചെയ്യാം. 4th ക്ലാസ്സിലെത്തിയില്ലേ, പെന്നും കൊണ്ട് എഴുതണം കേട്ടോ. എല്ലാ സബ്ജക്റ്റും പെന്നും കൊണ്ടല്ലേ എഴുതുന്നേ? ആണോ? എഴുതിയപ്പോ നോട്ടില് പേന വെച്ച് എഴുതി. പെന്ന് 4th ക്ലാസ്സിലെത്തി നിങ്ങൾ പെന്നും കൊണ്ട് എഴുതണം കേട്ടോ. പെന്ന് ഉപയോഗിക്കണം, പെന്നും കൊണ്ട് എഴുതി പഠിക്കണം 4th ക്ലാസ്സിലെത്തി. ആ നോട്ട്സ് ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്യാം, എങ്ങനെ എഴുതണം എന്നൊക്കെ. ആദ്യം ആ ലെസന്റെ നെയിം നന്നായിട്ട് എഴുതണം, അത് കഴിഞ്ഞ് ഞാൻ പറയാം, അതുപോലെ നിങ്ങൾ എഴുതിയിരിക്കണം കേട്ടോ. പിന്നീട് അടുത്ത ലൈനില് കമ്പ്യൂട്ടറിന്റെ നോട്ട് GK കമ്പ്യൂട്ടർ ഒരു ബുക്കാന്നല്ലേ പറഞ്ഞത്? അല്ലെ വേറെ ബുക്ക് കിട്ടിയിട്ടുണ്ടോ? 2 ബുക്കുണ്ടോ? ഒരു ബുക്കാണോ? ഒരു ബുക്കാണെങ്കിൽ ഒരു ബുക്കിന്റെ ആദ്യത്തെ പകുതി GKക്കും രണ്ടാമത്തെ പകുതി കമ്പ്യൂട്ടറിന് കൊടുക്കാം. 2 ബുക്കാണെങ്കിൽ ഒരു ബുക്ക് GK എടുത്തുകൊടുക്കുക. ലെസൺ നെയിം നീറ്റ് ആയിട്ട് എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോട്ട് തരാം കേട്ടോ. ഓക്കെ മിസ്. ഇപ്പൊ നന്നായിട്ട് നോട്ട്ബുക്കിൽ എഴുതുമ്പം പെന്നും കൊണ്ട് എഴുതുന്നതാണേലും നന്നായിട്ട് നീറ്റായിട്ട് എഴുതിയിരിക്കണം. കറക്റ്റ്, നല്ല കാണാൻ നല്ല വൃത്തി ഉണ്ടായിരിക്കണം. നമ്മുടെ നോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ തോന്നും അല്ലേ? നല്ല എഴുത്താണ്, നല്ല ഇതാണെന്ന് കാണുമ്പോൾ നമ്മൾ പഠിക്കും. വൃത്തികെട്ട് എഴുതി കഴിഞ്ഞാലോ ഈ എഴുത്ത് വായിക്കാനും പറ്റുന്നില്ല,
എന്നാ പഠിക്കണ്ടെന്ന് വിചാരിക്കും അല്ലെ? അപ്പം ആ പെൻസിലും കൊണ്ട് എഴുതിയാ മതിയോ? പെൻസിലും കൊണ്ട് എഴുതണ്ട, നിങ്ങൾ 4th ക്ലാസ്സിലെത്തി പെന്നും കൊണ്ട് തന്നെ എഴുതണം. പെന്നു കൊണ്ട് തന്നെ എഴുതണം കേട്ടോ എല്ലാവരും. ഓക്കെ മിസ്. ഓക്കെ, 4th ക്ലാസ്സിൽ എത്തില്ലേ? 3rd ക്ലാസ് വരെ പെൻസിൽ കൊണ്ടൊക്കെ എഴുതിയില്ലേ നിങ്ങളെ? ആ ഇനി പെണ്ണൊക്കെ പിടിച്ച് എഴുതാൻ പഠിക്കണ്ടേ? ആ എന്താ പെണ്ണുകൊണ്ട്? ഞാൻ പെന്നോട് എഴുതിയാ തെറ്റും. സാരമില്ല, നമ്മളിപ്പോ പഠിക്കണം. പഠിക്കുമല്ലേ നമ്മൾ ചെയ്യുന്നേ? വീട്ടിലിരുന്ന് മെല്ലെ എഴുതിയാൽ മതിയല്ലോ, സമയമുണ്ടല്ലോ. ആണോ? നമ്മള് തെറ്റിപ്പോകുന്ന് പറഞ്ഞ് ഈ വർഷം തെറ്റിപ്പോകുന്ന് പറഞ്ഞ് പെൻസിലും കൊണ്ട് എഴുതി, അടുത്ത വർഷവും നമ്മൾ പെന്നും കൊണ്ട് എഴുതേണ്ടതല്ലേ? ഈ ഓൺലൈൻ ക്ലാസ്സും കൊറോണയൊക്കെ നീണ്ടു പോകുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മൾ പെന്നും കൊണ്ടൊക്കെ എഴുതി പഠിക്കണം. എത്ര വർഷം നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല അല്ലെ? എത്ര കാലം ജീവിതകാലം മൊത്തം ഓൺലൈൻ ക്ലാസ് ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പെന്നുകൊണ്ട് പതുക്കെയൊക്കെ ശ്രദ്ധിച്ചൊക്കെ എഴുതിയാൽ മതി കേട്ടോ. നീറ്റ് ആയിരിക്കണം. നീറ്റായിട്ട് എഴുതാത്തവർക്ക് എനിക്ക് എന്നിട്ട് എന്റെ പേഴ്സണൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം. ഞാനിപ്പോ നോട്ട്സ് സെൻഡ് ചെയ്യാം. എന്റെ പേഴ്സണൽ